അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എ.പി. ഉസ്താദിന്റെ ബുഖാരി സബക്കിൽ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ എന്ന ദുആ ചെയ്തു കൊടുത്ത ആ ഹദീസിന്റെ ചർച്ച വന്നു. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആഴവും ലക്ഷ്യവുമൊക്കെ ഉസ്താദ് ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ഇടയിൽ ഞാൻ ചോദിച്ചു, ഉസ്താദെ, ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് ഉസ്താദിന് അത്യാവശ്യമായ ചില ഖിദ്മാത്തുകൾ ആവശ്യമായി വന്നപ്പോൾ ഉസ്താദ് കിണറ്റിൽ നിന്ന് ഒരുപാട് തവണ വെള്ളം കോരി കൊടുത്തിട്ടുണ്ട് എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥ ഉള്ളത് തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഉസ്താദിൻ്റെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. സദസ്സാകെ നിശബ്ദമായി. കണ്ടിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകളും സജലമാകാൻ തുടങ്ങി. ഒരു ഇടവേളയ്ക്ക് ശേഷം ഉസ്താദ് പറഞ്ഞു, അതെ, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഉസ്താദുമായിട്ടുള്ള ഓർമ്മകളെ എത്രമേൽ വികാരധീനനായിട്ടാണ് ഉസ്താദ് ഓർത്തെടുക്കുന്നത്. ജമാദുൽ ഉഖറ മാസം ഉസ്താദിൻ്റെ അനുസ്മരണ മാസമാണ്. ജമാദുൽ ഉഖറ 6-നാണ് ഉസ്താദിൻ്റെ വിയോഗം. ബഹറുൽ ഉലൂം, ഉസ്താദുൽ അസാത്തീദ് എന്ന പേരിലൊക്കെ വിശ്രുതനായ, കേരളക്കരയ്ക്ക് വൈജ്ഞാനിക നവോത്ഥാനം സാധ്യമാക്കിയ വിവിധ പണ്ഡിതന്മാരിൽ 1-ാം സ്ഥാനത്തുള്ള ബഹറുൽ ഉലൂമിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനും അവിടുത്തെ ചരിത്രം കൂടുതൽ അടുത്തറിയാനും സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, താജുൽ മുഹഖിഖീൻ പോലാത്ത വലിയ പണ്ഡിതന്മാർക്ക് ജ്ഞാനത്തിൻ്റെ മധു പകർന്ന ഉസ്താദിൻ്റെ ചരിത്രം ആഴത്തിൽ പഠിക്കാനുമൊക്കെ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ.